രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നിയമസഭാ സമ്മേളനത്തിന് മുമ്പേ പുരോഗതി കണ്ടെത്താൻ അന്വേഷണ സംഘം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. റിനിയെ പരാതിക്കാരിയാക്കുന്നതിൽ തീരുമാനമെടുക്കും. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. ഉന്മേഷ, മൂന്നാം കക്ഷികളല്ലാത്ത പരാതിക്കാർ രംഗത്ത് വരാത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ അതിനു മുമ്പ് അന്വേഷണത്തിൽ പുരോഗതി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഉള്ളത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ നിയമോപദേശം തേടിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. ഈ പരാതിക്കാരിയായ നേരത്തെ പരാതി ഉന്നയിച്ച റിനിയെ ഒരു പരാതിക്കാരിയാക്കി അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഇരകളൊന്നും തന്നെ നിയമ നടപടിക്ക് ഇല്ല എന്നുള്ള ഒരു മൊഴിയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കടുത്ത വകുപ്പുകൾ ചുമത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ചിന് തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ മറ്റ് കൂടുതൽ വിവരങ്ങളും ഈ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഗർഭചിത്രം നടത്താൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സുഹൃത്ത് സഹായിച്ചു എന്നുള്ള ചില തെളിവുകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു യുവ വ്യവസായിയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ഇദ്ദേഹത്തിൽ നിന്നുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടായിരിക്കും തുടർ അന്വേഷണം നടക്കുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് നിലവിലെ അന്വേഷണത്തിൽ കാര്യമായൊരു പുരോഗതി കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചും ശ്രമിക്കുന്നത്. ഉന്മേഷം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.